ഒന്നാം ക്ലാസ്സിലെ മാനത്ത് പട്ടം എന്ന് പറയുന്ന ഈ പാഠഭാഗമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ചിത്രം കൊടുത്തത് കാണാം. ഈ ചിത്രത്തിൽ എന്തൊക്കെയാണുള്ളത്? കുറേ മരങ്ങളുണ്ട്, പിന്നെ വീട് കാണാം, വാഹനങ്ങളുണ്ട് അല്ലേ, കാറുണ്ട്, ലോറിയുണ്ട്, പിന്നെ എന്തൊക്കെയാണ്, ഒരു പുഴ കാണാം, അതിൽ മീനുകൾ ഇങ്ങനെ കാണാം, പിന്നെ കുളമുണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കിക്കാണുന്ന വേറൊരാളുണ്ടല്ലോ ആകാശത്തിൽ. ആരാണത്? പട്ടമാണല്ലേ. അപ്പം പാഠത്തിൻ്റെ പേരെന്താണ്? മാനത്ത് പട്ടം. ഈ പട്ടം അവിടുന്ന് താഴോട്ട് നോക്കിയിട്ട് എന്തൊക്കെയോ കാണുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ നോക്കിയില്ലേ, വീടും മരങ്ങളും. എന്തൊക്കെയാ പറഞ്ഞത്? പുഴ ഉണ്ട്, അതേപോലെ വാഹനങ്ങളുണ്ട്, കുളമുണ്ടല്ലേ. അപ്പം പട്ടം ഇതൊക്കെ നമ്മളോട് ഇങ്ങനെ കണ്ടത് എന്തൊക്കെയാന്ന് പറയുന്നുണ്ട്. അത് നോക്കാം നമുക്ക്. പട്ടം മാനത്ത് പട്ടം, വീടു കണ്ടു, കാട് കണ്ടു, വണ്ടി കണ്ടു, പട്ടം പറന്നു, മരം കണ്ടു, കുളം കണ്ടു, പട്ടം പറന്നു. അപ്പം പട്ടം എന്താ ചെയ്യുക? പട്ടം ഉണ്ടാക്കിയത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പട്ടം? ഇപ്പം ബീച്ചിലൊക്കെ പോയിട്ടുള്ളവരാണെങ്കിൽ അവിടെയൊക്കെ നമ്മൾ കാണാറുണ്ടല്ലേ, പട്ടം ഇങ്ങനെ ആകാശത്തൂടെ പറന്നു പോകുന്നതില്ലേ. അപ്പോൾ വീട്ടിൽ ആർക്കെങ്കിലുമൊക്കെ പട്ടം ഉണ്ടാക്കാൻ ചിലപ്പോൾ അറിയും. പറഞ്ഞാൽ അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ ചിലപ്പോൾ പട്ടം ഉണ്ടാക്കാൻ അറിയാൻ പറ്റും കേട്ടോ. അതൊരു പേപ്പർ കൊണ്ട് വെട്ടിയിട്ടൊക്കെയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ പട്ടം ഇങ്ങനെ ആകാശത്തേക്ക് നൂലിൽ പിടിച്ച് ഇങ്ങനെ വിട്ടാൽ, നമ്മളങ്ങ് കൈ വിട്ടാൽ എന്താവും? പട്ടം പറന്ന് പൊന്തിപ്പോവും. അങ്ങനെയുള്ള ഒരു പട്ടത്തിൻ്റെ ചിത്രം, മനോഹരമായൊരു ചിത്രമാണ് പാഠഭാഗത്ത് നമ്മൾ കാണുന്നത്. പട്ടം ആകാശത്തിലൂടെ അങ്ങനെ പറന്ന് പോകുമ്പം താഴെ കാണുന്ന കാര്യങ്ങളാണ് ഈ പദ്യത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടി നമുക്ക് നോക്കാം. പട്ടം മാനത്ത് പട്ടം, വീട് കണ്ടു, കാട് കണ്ടു, വണ്ടി കണ്ടു, പട്ടം പറന്നു, മരം കണ്ടു, കുളം കണ്ടു, പട്ടം പറന്നു. പിന്നെന്താ കണ്ടത്? പൂമല കണ്ടു, പൂമരം കണ്ടു, പുഴ കണ്ടു, വഴി കണ്ടു, പട്ടം പറന്നു. അപ്പോൾ ഈ പദ്യം ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ. ബൈ.